ഹായ്, ഇന്ന് നമുക്കൊരു കേക്ക് ഉണ്ടാക്കാം. അതിനു മുമ്പായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനത് പഴം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ അതിന് വേണ്ടി 2 റോബസ്റ്റ് പഴം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങോട്ട് മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞിടാം. പിന്നെ ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് പാലാണ്, 1/2 കപ്പ് പാലാണ്, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കാം നന്നായിട്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഞാൻ അരിച്ചു വെച്ചിരിക്കുന്ന മൈദയാണ്. നമുക്കിത് കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ അത് കട്ട പിടിക്കും. ഒന്നിച്ചിടണ്ട. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇടാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടാം. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഈ ചോക്ലേറ്റ് സിറപ്പ് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ തൂത്ത് കൊടുക്കാം. നന്നായിട്ട് തൂക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വയ്ക്കാം. നമുക്ക് ഈ ബട്ടർ പേപ്പറിലും കൂടെ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എയർ ഒന്ന് നന്നായിട്ട് കുലുക്കി കൊടുക്കണം. 30 മിനിറ്റ് ഒന്ന് ആവി വയ്ക്കാം. ഞാൻ അടുപ്പത്ത് ഇപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. കുക്കർ ഒരിക്കലും നേരിട്ട് അടുപ്പത്ത് വയ്ക്കരുത്. ഏതിലൊരു പാത്രം വെച്ച് നന്നായിട്ട് ചൂടായിട്ട് സിമ്മിൽ വെച്ചിട്ട് വേണം കുക്കർ വെച്ച് കൊടുക്കാൻ. അങ്ങനെ 30 മിനിറ്റ് ഇരുന്ന് ആവി വേകണം ഇത്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.